വാർത്തകൾ തുടർന്നു. കേരള പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായി സ്ഥാനമേറ്റതിന് ശേഷം ആദ്യമായി കണ്ണൂരിലെത്തിയ PK ബഷീറിന് കണ്ണൂർ ജില്ലാ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വീകരണം നൽകി. കണ്ണൂർ ബാഫക്കി തങ്ങൾ സൗധത്തിൽ നടന്ന ചടങ്ങ് മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്തു. ബഷീർ സാഹിബിനെ ഇവിടെ ആദരിക്കുമ്പോൾ സ്വീകരിക്കുമ്പോൾ ഞാൻ സത്യം പറയാൻ സ്വീകരണ പരിപാടികൾക്കൊക്കെ എതിരാണ്. സ്വീകരണം എന്ന് പറയുന്നത് നമ്മളിപ്പോ നമ്മളുടെ ഒരു പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പുള്ള ഒരു സ്വീകരണമാണ്. നമ്മൾ പ്രവർത്തനം കഴിഞ്ഞതിന് ശേഷമുള്ള ആ പ്രവർത്തനം എങ്ങനെയാണ് എന്ന് നമ്മൾ വിശകലനം ചെയ്തിട്ടുള്ള ഒരു പരിപാടിയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. പക്ഷെ നമ്മുടെ എല്ലാവരുടെയും ഒരു ആശംസ അറിയിക്കുന്ന ഒരു പരിപാടി എന്ന നിലയിൽ എന്തായാലും ഇന്നത്തെ ഒരു പരിപാടി അവസരോചിതമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റുന്നു. അപ്പൊ ഇന്നിപ്പോ ഫുട്ബോൾ തുടങ്ങിയ നമുക്ക് എല്ലാവർക്കും അറിയാം, ലോക കപ്പ് ഫുട്ബോൾ തുടങ്ങിയ കേരളം കണ്ട ഏറ്റവും വലിയൊരു ഫുട്ബോൾ മക്ക എന്ന് പറയുന്നത് അരീക്കോടാണ്. അത് ഏറനാടുള്ള അരീക്കോടാണ് കേരളത്തിന്റെ ഫുട്ബോൾ മക്ക എന്ന് പറയുന്നത്. ആ ഫുട്ബോൾ മക്കയിൽ നിന്ന് വരുന്ന നമ്മുടെ ഏറനാടൻ MLA എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു മിഡ്ഫീൽഡർ പോലെയാണ്. അതായത് നമ്മൾക്കെതിരെ വരുന്ന കാര്യങ്ങളെല്ലാം തടഞ്ഞു നിർത്തുവാനും നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള അവസരമുണ്ടെങ്കിൽ എതിരാളികളുടെ ഗോൾ വരിയിലേക്ക് വെടിയുണ്ട കണക്കെ ഷോട്ട് പായിക്കാനും കെൽപ്പുള്ള ഒരു മിഡ്ഫീൽഡറാണ് നമ്മളുടെ PK ബഷീർ സാഹിബ്. നമുക്കറിയാം അവിടുത്തെ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് എന്നുള്ളത്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ വരുന്ന ഏക മുസ്ലിം ലീഗ് MLA ആണ് ബഷീർ സാഹിബ്. അപ്പോൾ തന്നെ ഗാന്ധി കുടുംബവുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ അടുപ്പം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനിപ്പോ ഏകദേശം 1 കൊല്ലം മുമ്പ് ബഷീർ സാഹിബിന്റെ പിതാവ് സീതി ഹാജി സാഹിബിനെ കുറിച്ചുള്ള ഒരു പുസ്തക പ്രകാശനം കോഴിക്കോട് നടന്നു. അന്ന് രാഹുൽ ഗാന്ധിയാണ് അത് പ്രകാശനം ചെയ്തത്. രാഹുൽ ഗാന്ധി പ്രകാശനം ചെയ്തത് അദ്ദേഹം പറഞ്ഞു, ബഷീർ സാഹിബിനെ കുറിച്ചാണ് പറയുന്നത്, എനിക്ക് സീതി ഹാജി സാഹിബിനെ കണ്ടിട്ടില്ല, പക്ഷെ ബഷീർ സാഹിബിനെ ഞാൻ കണ്ടിട്ടുണ്ട്, വളരെ സൂക്ഷ്മമായിട്ട് അദ്ദേഹത്തെ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് പറഞ്ഞാല് ഞാൻ എന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KT സഹദുള്ള സ്വാഗതം പറഞ്ഞു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KP താഹിർ, മുസ്ലിം ലീഗ് ജില്ലാ ഭാരവാഹികളായ അഡ്വക്കേറ്റ് KL ലത്തീഫ, VP വമ്പൻ, ഇബ്രാഹിം മുണ്ടേരി, KV മുഹമ്മദ് അലി ഹാജി, ഇബ്രാഹിം കുട്ടി തിരുവട്ടൂർ, TA തങ്ങൾ, അൻസാരി തില്ലങ്കേരി, PK അഹമ്മദ്, NK റഫീഖ് മാസ്റ്റർ, ഷാർജ KMCC സംസ്ഥാന പ്രസിഡന്റ് ഹാഷിം നൂഞ്ഞേരി, STU ദേശീയ വൈസ് പ്രസിഡന്റ് MA കരീം, ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK മുഹമ്മദ്, UP അബ്ദുറഹ്മാൻ, KP റംഷാദ്, അഡ്വക്കേറ്റ് അഹമ്മദ് മാണിയൂർ, ആലിക്കുഞ്ഞി പന്നിയൂർ, ഷമീമ ജമാൽ, കണ്ണൂർ കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷമീമ ടീച്ചർ എന്നിവർ പ്രസംഗിച്ചു. സ്വീകരണത്തിന് മന്ത്രി ബഷീർ നന്ദി പറഞ്ഞു. മണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റികളുടെയും പോഷക സംഘടനകളുടെയും ആഭിമുഖ്യത്തിൽ മന്ത്രിക്ക് ഹാരമണിയിച്ചു. നേരത്തെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ മന്ത്രിയെ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരി ബൊക്ക നൽകി സ്വീകരിച്ചു. മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി അഡ്വക്കേറ്റ് ഹാരിസ് ബീരാൻ, ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള, ഭാരവാഹികളായ TA തങ്ങൾ, BK അഹമ്മദ്, കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ KP താഹിർ, മുസ്ലിം ലീഗ് മേഖലാ ഭാരവാഹികളായ അൽതാഫ് മങ്ങാടൻ, മൻസൂർ പാറക്കണ്ടി തുടങ്ങിയവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരുന്നു.